നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. ഇന്ന് ഞങ്ങൾ പ്രധാനമായും കൊടുക്കുന്നത് ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച 12ാമത്തെ ഹ്രസ്വചിത്രം തുടരുത് സിനിമയുടെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ഇന്നലെ PC വിശ്വനാഥ് MLA, ബഹുമാന്യനായ PC വിശ്വനാഥ് MLA അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൾഡ്വിൻ, അനിൽകുമാർ സാർ, വേണു സാർ, പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള സാർ, സുശീല ടീച്ചർ, ശിവൻ വേളിക്കാട്, പെന്നാടുപള്ളി തുടങ്ങി ധാരാളം പ്രമുഖ വ്യക്തികൾ, പ്രസാദ് അയ്യപ്പനും പോലുള്ള ശില്പികൾ, കവി ശശിധരൻ കുണ്ട്ര തുടങ്ങി വിശിഷ്ടരായ ഒത്തിരി പേരുള്ള സമ്പന്നമായ സദസ്സിലാണ് അതിൻ്റെ പ്രദർശനം നടന്നത്. തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത പ്രേക്ഷകർക്കും നമ്മുടെ ആത്മസുഹൃത്തുക്കൾക്കും വേണ്ടി ഞങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് വാർത്തയായി കൊടുക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അത് കാണുക മാത്രമല്ല ചെയ്യേണ്ടത്. ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിലുള്ള സിനിമകളുടെ ലക്ഷ്യം നമ്മുടെ നാടിൽ ഒരു പുതിയ സിനിമാ സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുൻപ് അഭിനയ പരിചയമില്ലാത്ത സാധാരണക്കാരായ നമ്മൾ ഒക്കെ നടക്കുന്ന, ഇപ്പോൾ ഒരുപക്ഷെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരാളാവാം ചിലപ്പോൾ അടുത്ത വരാനിരിക്കുന്ന ഞങ്ങളുടെ സിനിമകളിലെ ചില കഥാപാത്രങ്ങൾ. അത് എപ്പോഴും അങ്ങനെ സംഭവിക്കാം. ഇതുവരെയുള്ള ഞങ്ങളുടെ കഥാപാത്രങ്ങളും അഭിനേതാക്കളും ഒക്കെ അങ്ങനെ സംഭവിച്ചവരാണ്. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവരോട് ചോദിക്കുന്നു, അവർ നമ്മുടെ സ്ക്രീനിൽ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു നാടിൻ്റെ ഭാഗമായി ഒരു സാധാരണക്കാരുടെ ഒരു സിനിമാ സംസ്കാരത്തിന് ഒരു നാന്ദിയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാ സിനിമകളും നിങ്ങളൊന്ന് കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒപ്പം സ്ത്രീയുടെ കരുത്ത് പകരുന്ന, സ്ത്രീ കരുത്താകുന്ന, കരുത്തിൻ്റെ ആത്മവിശ്വാസം അവളിൽ ഉണ്ടാക്കുന്ന നിശ്ചയദാർഢ്യം എന്ന് തെളിയിക്കുന്ന തുടരുത് കഴിയുന്നത്ര നിങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രത്യേകിച്ച് ഈ അനുഭവം ഉണ്ടായിട്ടുള്ള ഓരോ സ്ത്രീയും അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. നിങ്ങൾ എത്തിക്കുന്നവർ ആത്മവിശ്വാസം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം. ഒപ്പം നമുക്ക് വാർത്തകളിലേക്ക് പോകാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ഒരു വർഷം 12 സിനിമ അസാധാരണ. PC വിശ്വനാഥ് MLA. ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന നിലയിൽ ഒരു വർഷം 12 ചിത്രങ്ങൾ പൂർത്തീകരിക്കുക വഴി ലൈല ക്രിയേഷൻസ് അസാധാരണ നേട്ടമാണ് കൈവരിക്കുന്നതെന്ന് PC വിശ്വനാഥ് MLA. LT ധർമ്മ കഥയും തിരക്കഥയും സംഭാഷണവും സംഗീതവും എഡിറ്റിംഗും അഭിനയവും സംവിധാനവും നിർവഹിച്ച തുടരുത് ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൾഡ്വിൻ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ സുശീല വേണുഗോപാൽ, R. വേണുഗോപാലപിള്ള, കവി പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള, ശിവൻ വെളിക്കാട്, പെരിനാട് മുരളി എന്നിവർ സംസാരിച്ചു. R. തുളസി സ്വാഗതവും LT ധർമ്മ നന്ദിയും പറഞ്ഞു. പെരുമൾ സാറടക്കം ഇവിടെ അടക്കമുള്ള സിനിമയിൽ പങ്കെടുക്കുന്ന, ഈ സിനിമയെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ തുടർന്നും പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ അഭിനേതാക്കളെ, ഇതിന് മുൻപുള്ള സിനിമകളിൽ അഭിനയിച്ച അഭിനേതാക്കളെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട്. 11ാമത്തെ സിനിമയാണ്. ഇനി ഒരു സിനിമ കൂടിയാണ്. ആദ്യം തീരുമാനിച്ച പ്രകാരം അടുത്ത മാസം
എന്നോട് തീർച്ചയായും 1 മണിക്കൂർ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് അത് 1 മണിക്കൂർ നീട്ടിയെടുത്ത് 2 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ ഒരു ചലച്ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഇന്നത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ സംവിധായകയുടെ ഗംഭീര അഭിനയമായിരുന്നു. സംവിധായകൻ മാറി നിൽക്കുകയാണ്. നമ്മൾ എല്ലാ സിനിമയുടെയും അനിൽ സാർ എത്തി ഇതിങ്ങനെ പമ്മി നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും വളരെ ഗംഭീരമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മുടെ ധർമ്മയ്ക്ക് നേരുകയാണ്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. സിനിമ ഒന്നാമത്തെ 2ാമത്തെ സിനിമയുടെ സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു മ്യൂസിക് ഒക്കെ സിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഇതിലൊക്കെ ആയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ സിനിമയിലേക്ക് ആയപ്പോഴത്തേക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ വീണിട്ടുണ്ട്. നല്ല സിനിമ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ യഥാർത്ഥ സമയത്ത് യഥാർത്ഥ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സംഭാഷണം എഴുതിയതും ധർമ്മയാണ്. നമ്മൾ സാധാരണ മാസ്റ്റർ സിനിമകളിലൊക്കെ കാണുന്ന പഞ്ച് ഡയലോഗൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ലോക്ക് വെച്ച് ഇതെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഈ ലോക്ക് തുറക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ പഞ്ച് ഡയലോഗും ഒക്കെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. നമ്മള് പിന്നെ ഒരു ഘട്ടത്തിൽ ജയ 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 സിനിമ കണ്ടിട്ട് നമുക്ക് ദർശനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. എന്തായാലും മനോഹരമായ സിനിമയാണ് ഈ 11ാമത്തെ സിനിമയിൽ വന്നത്. വ്യത്യസ്തമായ പ്രമേയങ്ങളുള്ള 11 സിനിമകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ചുകൂടെ എനിക്ക് നേരത്തെ വന്നത് തന്നത് കാരണം ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ നന്നായി എനിക്ക് തോന്നി. കാരണം ഇവിടെ കാണുമ്പോൾ ഈ സൗണ്ട് ഒരു സെക്കൻഡിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ആക്ച്വൽ ഇതുമായിട്ട് കേൾക്കുമ്പോൾ ഇതിലിങ്ങനെ കാണുന്നു. പക്ഷെ യൂട്യൂബിൽ അത് കണ്ട സമയത്ത് വളരെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ടവർക്ക് ഒന്നുകൂടി യൂട്യൂബിൽ കൂടി കാണാനുള്ള ഒരു കാര്യം കൂടെ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കണ്ട ഒരാളെന്ന നിലയിൽ അതും കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. മറ്റുള്ളവർ സംസാരിക്കുകയും സിനിമയെ കുറിച്ചുള്ള ചർച്ചയും കൂടെ നടക്കും എന്നുള്ളതുകൊണ്ട് എനിക്ക് 6 മണിക്ക് ഓച്ചറയിൽ ഒരു പരിപാടി പങ്കെടുത്തിട്ട് 7:30 ആകുമ്പോഴത്തേക്കും ഈ ജില്ലാ കലോത്സവത്തിന്റെ സമാപനത്തിന് കൊട്ടാരക്കരയിൽ വരണം. പിന്നെ 11 സിനിമ വരുമ്പോൾ ഒരു കാര്യം കൂടി അതിന്റെ പ്രത്യേകത, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ അഭിനയിപ്പിച്ചിട്ടുള്ള സംവിധായക എന്ന അവാർഡ് കൂടി ധർമ്മം കിട്ടാൻ പോവുകയാണ്. ഇതിനുമേ ഒരു ജനപ്രതിനിധിയുണ്ട്. മുമ്പുള്ള സിനിമകളിൽ ഒരുപാട് ജനപ്രതിനിധികൾ ഇതിലൊക്കെ ഇഷ്ടംപോലെ അഭിനയിച്ചു. മുണ്ടറയിലെയും വെറ്റിനാട്ടിലെയും പേരയിലെയും ഒക്കെ ജനപ്രതിനിധികൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നു. മുരളീധരനെ പോലെയുള്ള പിന്നെ പ്രൊഫഷണൽ നടന്മാർക്ക് വെല്ലുവിളിയാകുന്ന ഒരുപാട് നടിമാരും ഒക്കെ മുൻപയിൽ വരുന്നു എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്തായാലും 12 സിനിമ എന്ന പ്രഖ്യാപിച്ചപ്പോൾ അസാധ്യമെന്ന് കരുതിയ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരിക്കൽ കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ ഈ സമ്മേളനം പ്രദർശനത്തിന് അനുബന്ധമായിട്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. 12ാമത്തെ ചിത്രമുള്ള പ്രദർശിപ്പിച്ചു. ഇതിനൊട്ടനവധി പ്രത്യേകതകളുണ്ട് സിനിമയ്ക്കില്ല. സിനിമയുമായി ബന്ധപ്പെട്ട സംഘാടനത്തിന് സിനിമയ്ക്ക് അടക്കം എല്ലാ യോഗത്തിന്റെ അധ്യക്ഷത ഈ അത്യപൂർവം എന്റെ അതുകൊണ്ട് ഉദ്ഘാടനം എന്നെ എല്ലാത്തിനും വിളിക്കാറുണ്ട്. പലതിനും വരാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ ഈ ശ്രീകാന്ത യൂണിവേഴ്സിറ്റി അതിന് കർമ്മപ്രവർത്തനം ഞാൻ സ്ഥിരം പോലെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയബന്ധം വളർത്തിയെടുക്കുമെന്നുള്ള പിന്നെ കഴിഞ്ഞ യോഗങ്ങളിലൂടെ പറയുന്നുണ്ട് ഇതിനകത്ത് സ്ഥിരമായി അഭിനയിക്കുന്നതാണ്. പക്ഷെ അത് കൊച്ചുകൂട്ടം തോസിലെ ഒരു പിന്നെ അഭിപ്രായമാണ്. കൊച്ചുകൂട്ടം തന്നെ കൊച്ചുകൂട്ടനായി തോസി തന്നെ 3-4 നാലല്ല പറഞ്ഞ അഭിപ്രായമാണോ എന്നല്ല. ഒരു പ്രാവശ്യം നേരെ അഭിനയിക്കും എന്നുള്ളത് മാറുകയാണ്.
സന്ദേശം കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഇന്ത്യയുടെ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ സിനിമകളെ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന കുഴപ്പങ്ങളിലേക്ക് വിരചൂടുകയാണ്. മധ്യസ്ഥവിദ്യയായിട്ടുള്ളവർക്ക് തൊഴിലില്ല എന്നത് എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ആ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്യുന്നതാണ്. മധ്യസ്ഥവിദ്യരായിട്ടുള്ള തൊഴിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ തൊഴിൽ വേണ്ടി ചെയ്യുന്നത് അവരനുഭവിക്കേണ്ടുന്ന വ്യഥ അച്ഛനും അമ്മയും ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത് സന്തോഷമൊന്നും നല്ലത് പറയുന്നത്? മക്കൾക്കൊരു വരുമാനം അത് പ്രതീക്ഷിച്ചിട്ട് മക്കളെ പ്രേരിപ്പിക്കുന്നു. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. അപ്പൊ അത് വരച്ചിലാക്കുന്നത് മാത്രമല്ല, ധർമ്മ ചക്കി സംവിധാനം മാത്രമല്ല, നല്ലൊരു അഭിനയത്തിൽ നിന്ന് പ്രേരിക്കുകയാണ്. ആദ്യ രംഗത്തോടുകൂടി ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ പഴമോനെല്ലാം ചോദിക്കുമ്പോൾ വിയർക്കുന്നതാണോ അതോ ഇനി വിയർപ്പിക്കുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം വളരെ നല്ല നിലയിൽ വരുന്നുള്ളതാണ്. അപ്പം അഭിനയത്തിന്റെ കാര്യത്തിലും മകച്ചു നിൽക്കുന്നു എന്നതാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് അനിയത്തിനുമായി പോയത് പഞ്ചായത്തെത്തി എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അത് നല്ല കരുതലുണ്ടാകണമെന്നും എന്തുമാത്രമല്ല, ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ സഹോദരിമാർക്ക് കഴിയും എന്നതുകൂടി ഇടയ്ക്ക് നടിയതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ചക്കി അങ്ങോട്ടൊക്കെ ഒരു വൈദഗ്ധ്യം എടുത്തു എന്നതും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും അത് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നൊരു പ്രേരണയാണ്. നിങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി സ്വയം സജ്ജമാകുകയാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടും എല്ലാ തമ്മിലും സിനിമ അവർ നന്നായിട്ടുണ്ട്. അതിലെ അഭിനയം എടുത്തു പറയത്തക്ക തരത്തിലാണ്. 12ാമത്തെ സിനിമ കൂടിയാകുമ്പോൾ ഒരു പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ്. തീർച്ചയായും എടുക്കാൻ കഴിയുന്നതാണ്. അതിനേക്കാൾ എനിക്ക് വളരെ സന്തോഷവും ആകർഷവുമായി തോന്നുന്നത് ഇതിൽ വന്നിട്ടുള്ളത് പക്ഷെ നമ്പർ കുറവായിരിക്കും, ഇതിൽ താല്പര്യമുള്ളവരാണ്. അല്ലാതെ ഇത് 100 150 ആളെ കൂട്ടി താല്പര്യമില്ലാത്തവരുടെ പരസ്പരം വർത്താനങ്ങളൊക്കെ പോകുമ്പോൾ താല്പര്യമുള്ള ആളുകൾ സന്തോഷിക്കുക, ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനെല്ലാം പറയുന്നത് കൂട്ടായ്മ കൂടി സൃഷ്ടിക്കപ്പെടുന്നതാണ്. തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ത്യയിൽ ദൈർഘ്യത്തിലേക്ക് ഇറങ്ങണം. അതിന് ഒരുപാട് പരിശീലിക്കുന്നത്. പക്ഷെ ആ തരത്തിൽ സമൂഹത്തിന് കൂടി നല്ല പോലെയുള്ള ഇത്തരം പരിപാടികൾ വീണ്ടും നല്ല നിലയ്ക്ക് ഉണ്ടാകട്ടെ. അതിന് നേതൃത്വം കൊടുക്കാൻ ഇതിന്റെ സംഘാടകരായ ചക്കിക്കും ഇതുപോലെ തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നടന്ന ചർച്ചകളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുവരെ ഉള്ളത് ഏറ്റവും മികച്ച ഒരു ചിത്രമാണിതെന്നും അതിനേക്കാൾ മികവാർന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അഭിനയിക്കാതിരുന്ന ധർമ്മ അഭിനയശേഷിയിലും മികവുറ്റ കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. പുതിയ അഭിനേത്രികളൊക്കെ വന്നു. അതിന് എന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പം ഇവിടെ ഇന്ന് എല്ലാവരും ഒരേ സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ല, ചേട്ടനെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അടുത്ത സിനിമയിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നുള്ള കാര്യം ഇന്ന് ഉറപ്പിച്ചത്. നമുക്ക് കുന്നറയിൽ പരിസരത്ത് എല്ലാവരും സിനിമാ സ്ഥാപനമാണെങ്കിലും അടുത്ത സിനിമയിലേക്ക് നമുക്ക് പരിഗണിക്കാം. ഇപ്പൊ എല്ലാവരെയും ഈ സിനിമാ ഫീൽഡിൽ ഐസൈസ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സിനിമ എല്ലാവർക്കും ഒരു ആകർഷണം. ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. അത് യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിലൊന്ന് പുറന്നു കാണിക്കാറില്ലാണ്. അപ്പൊ അത് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും സാധിക്കാൻ കഴിയും എന്നുള്ളതും ഈ അച്ഛന്റെയും മകളുടെയും പ്രവർത്തനം സഹായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഇന്നുള്ള സിനിമ ഏറ്റവും മികച്ചതാണെന്നാണ് ഇവിടെ നടന്ന സംഭാഷണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ചിത്രത്തിൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതിയെ കുറിച്ച് മറ്റ് സിനിമയ്ക്ക് പുറത്ത്
അദ്ദേഹത്തിനൊരു ഇംഗ്ലീഷ് വാക്ക് ഹെരിമയാണ്. അതായത് സംവിധായകയാണ് അഭിനേത്രിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സാഹചര്യത്തെ സംബന്ധിച്ച് പറയുകയാണ്, സംവിധായിക തന്നെ കടം നിർവഹിച്ചിട്ടുണ്ട്, അഭിനേത്രിയാണ് അഭിനേത്രിയാണ് അല്ലെങ്കിൽ അഭിനേതാവ്. അത് തീർച്ചയായിട്ടും നാമയുള്ള കലാകാരിക്ക് ജീവിതമെന്ന കലാകാരിക്ക് അഭിനേതാവിനെ കാണാൻ തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവുന്ന. പിന്നെ വെട്ടിപ്പാടാൻ ചുരുക്കിക്കാൻ പറയാം, ഈ സിനിമയെ നന്നായിട്ട് നമുക്ക് കുടിക്കാം. ഒന്ന്, പെൺകുട്ടികൾ ഓമനിച്ചു കൊടുത്ത പെൺകുട്ടിയോട് കേവലം ഒരു തൊഴിലിന് വേണ്ടി അവിടെ എപ്പോഴും ശമിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നീ അല്പം മിടുക്കിയുള്ള അർത്ഥം മാറില്ല. നീ പഠിക്കാൻ പിടിക്കുകയാണ് എന്ന് പറഞ്ഞ, പ്രസംഗിക്കാൻ പിടിക്കുകയാണെന്ന് പറഞ്ഞ, അതുകൊണ്ട് ഇടപെടാൻ പിടിക്കുകയാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ പറഞ്ഞ നീ മിടുക്കിയായിരുന്നു. ആ മിടുക്കുന്നത് വരാനും പോയത് സമൂഹം അത്ര മിടുക്കിനെ വളരെ ലളിതമായി കാണുന്നു. അതായത് പണം കിട്ടാൻ, തൊഴിൽ കിട്ടാൻ എന്തും ചെയ്യാം. ശിവാജന പോകുന്നത് മറ്റൊന്ന് ഇന്റർവ്യൂകൾ പലപ്പോഴും തൊഴിലന്വേഷിച്ചിട്ട് ചെല്ലുന്ന, തൊഴിൽ വേണ്ടി ചെല്ലുന്നവർ ആ വരുമാനത്തിന്റെ തൊഴിലിന് വേണ്ടി എന്തിനും തയ്യാറാണ്. നമ്മുടെ സിനിമാലോകത്തിന് വീട്ടിൽ പറയുന്നില്ല. സിനിമയിൽ ഞാൻ സിനിമയുടെ പ്രവർത്തനമാണ്, ഏറ്റവും സിനിമയുടെ പ്രവർത്തനമാണ്. അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ആ രംഗത്ത് നിൽക്കാൻ നമ്മളെ ആത്മാഭിമാനമുള്ള കഴിയില്ല. ഇത് മോശമാണെന്നതല്ല. 100 പേര് കൂടുന്ന ഒരു സെറ്റ്, അത് പോയി തൊട്ട് ആഹാരം കൊടുക്കുന്നത് ഒരാളോ 2 പേരായിരിക്കും തെറ്റി. പക്ഷെ അവിടെ ഞാൻ കണ്ടൊരു കാര്യം, കൂടിയാകുന്ന സിനിമയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അമ്മ മകനെ ഒരു 10-15-16 വർഷം മാറിക്കൊണ്ടു. എന്റെ പ്രൊഡ്യൂസർമാരുടെ വളരെ ഈശ്വരാണ് അവരേതാണ് നിങ്ങളിലേക്ക് പോകുന്ന പോലെ ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സാറ് വെച്ച് അവർ കാത്തുകൊണ്ടു. അവിടെ വെച്ച സംവിധായകൻ പൊട്ടിത്തെറിക്കുക. ഞാൻ സിനിമയാണെങ്കിലും ഇവിടെ മറ്റു പണിയില്ല, ഓർമ്മ. പക്ഷേ അയാളുടെ സ്ഥാനത്ത് മറ്റൊരു സംവിധായകനായിരുന്നു. ആ പെൺകുട്ടിക്ക് ആദരവിന്റെ ഓർമ്മ. അപ്പൊ ആ കുട്ടിയെ വഷളാക്കുന്ന സിനിമ രംഗത്തേക്ക് എല്ലാവരും എന്നുള്ളതാണ്. എന്റെ മനസ്സിൽ ഞാൻ വളരെ കരുത്തനായ മനുഷ്യനാണ്. എനിക്കെല്ലാം കഴിവുകളോ പെരുമാറാൻ കഴിവുണ്ടെങ്കിലും ചില ദുർബലതകൾ വിശ്വാസം ആ നിമിത്തം ഉണ്ടാക്കിയെടുക്കണം. അത്ര നിമിത്തങ്ങൾ ഉണ്ടാക്കുന്ന അഭിനേതാക്കളല്ല സിനിമയിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് കടന്നു വരുന്ന അഭിനേതാക്കളുടെ രക്ഷകർത്താക്കൾ. കാരണം ഈ സിനിമയിൽ കാണിക്കുന്നത് സിനിമയുടെ അല്ലെങ്കിൽ നിനക്കൊരു തൊഴിൽ കിട്ടുക, ഈ വിടുക്ക് പറയുന്ന അച്ഛൻ മാത്രം, അച്ഛൻ അങ്ങനെ പറയും, അമ്മമാരാണെന്ന് പറയുന്നത്, സ്ത്രീകളാണെന്ന് പറയുന്നത് നമ്മുടെ ആ സ്ക്രിപ്റ്റിന്റെ ഒരു കാര്യമാണ്. ഇവിടെ വരുമ്പോൾ ആ സിനിമയ്ക്ക് വന്നൊരു കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരച്ഛൻ ഞാൻ മകളായാലും വായിച്ചാലും വളരെ ധൈര്യമായിട്ട് അച്ഛൻ കിടന്ന് മക്കളൊക്കെ കൈകൊണ്ടുള്ളതായിട്ട് സിനിമയ്ക്ക് പോകാം. പക്ഷെ സിനിമയ്ക്കാണ് ആ കഥാപാത്രം അതിരിക്കുന്ന ശിക്ഷയാണ് ആ പുതിയ അയാൾ ഒരു നയം നിങ്ങൾ മാത്രമല്ല, നമുക്ക് പലരെയും അവരൊക്കെ അതുകൊണ്ടാണ് അയാൾ ധൈര്യത്തോട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ആദ്യം കൊണ്ടുകൊണ്ട് കൈവറച്ച് നിത്യം നിറച്ചു കിട്ടുന്ന ഒരാൾക്ക് ഒരു കോഴിയോ പശുവിനെയോ അല്ലെങ്കിൽ ആടിനെയോ വെട്ടാൻ യാതൊരു മടിയില്ല. മനുഷ്യന്റെ ദൈവത്തിൽ ഒക്കെയാണ് ചെയ്തൊരു മുണ്ടാക്കി അയാൾ വെട്ടാൻ മടിയില്ല. ആദ്യം കുത്താൻ ഇതിന് കൈവറക്കും. അപ്പോൾ അയാളുടെ കൈ വിറയ്ക്കാതെ അയാളുടെ ആ കൂട്ടുകയും കൂട്ടുമുള്ള കള്ളച്ചിരിയും ആ നോട്ടുമൊക്കെ അയാളുടെ നിത്യപരിപാടിയിലാണ്. ഇന്റർവ്യൂവിന്റെ ഒരു മാർഗം മാത്രമാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്.
എല്ലാവരും എങ്കിലും ഈ മുതലാളി ഉദ്യോഗ മുതലാളി ഇങ്ങനെ പോയിട്ടില്ല. അയാൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ ആ പെൺകുട്ടി ചെയ്യുന്നത് അവരുടെ സ്വന്തത്തെ തിരിച്ചറിയുന്നില്ല. എനിക്ക് ധർമ്മയുടെ അഭിനയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കണ്ണിൽ നിന്നും താഴേക്ക് വരുന്ന കണ്ണിന് പ്രതിഷേധത്തിന്റെ തന്റെ ഇടത്തിന്റെ വേണ്ടിയിലാണ്. കാരണം കണ്ണിന് വേണ്ടി താഴെ വീടില്ല. കണ്ണിൽ ഒഴുകി വരും. കാരണം തന്റെ ആ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് അവൾ അതിലേക്ക് വേർതിരിക്കുന്നത്. കണ്ണിൽ തുടച്ചിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് അനുഭവിക്കും. മന്ത്രയുടെ ഒരു സകലകല തീർച്ചയായും ധൈര്യമായ ഇതിനകത്ത് തന്നെ ആയോധന കലകൾക്ക് അത് ഗംഭീരമായി ചെയ്യും. പിന്നെ നേരത്തെ ഇതിനകത്ത് പാടിയിട്ടുണ്ട്. പിന്നെ കഥാന്തരങ്ങൾ സംഭാഷണം ഇങ്ങനെ സമ്മതമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകലകല ഉന്നതമായി നമുക്ക് അഭിമാനിക്കാം. നല്ലൊരു കൈയ്യടി തർപ്പിക്കാതെ കൊണ്ടുപോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ കാലഘട്ടത്തില് ഇപ്പോഴും വലിയൊരു വേദനയാണ്. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ളൊരു വ്യത്യാസം. എല്ലാ കലാകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാം ഇപ്പോഴും അതിന് മേലാണ് ഈ വൈക്വാദ്യം കൂടുതൽ പ്രസംഗിക്കുന്നത്. ഇതിൽ കൂടി സ്ത്രീ എന്തുമാത്രം വളർന്നിട്ടുണ്ട് എന്ന് നമ്മളെ ഇത് കാണിച്ചു തരുന്നു. എനിക്ക് ഇപ്പൊ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കലാകാരിയായി മാറുന്ന ധർമ്മയുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ വരട്ടെ. അതുപോലെ 29-ാം തീയതി വരുന്ന ഈ ഒരു വർഷം നീണ്ടുനിന്ന ഈ പരിപാടി 29-ാം തീയതി കുണ്ട്രയുടെ ഒരു മഹോത്സവമായി മാറ്റുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിച്ച് ധർമ്മയും ഇതിന്റെ പുറകിൽ ധർമ്മ തന്നെ വളരെ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അതിനൊരു വലിയൊരു വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മുടെ കണ്ണിന് എന്താ പിന്നെ നരമ്പുകൾ വരെ കൃത്യമായിട്ട് കാണാം. അഭിനയിച്ചെല്ലാം നല്ലതാണ്. അങ്ങാടികൊണ്ട് ഉപ്പാട് വന്ന് കിടക്കുന്നത് നല്ലതാണ്. അങ്ങാടികൊണ്ട് ചുരുട്ടാണെന്ന് കിടക്കുന്നത് നല്ലതാണ്. എനിക്ക് ഏറ്റവും തോന്നുന്നത് ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഗംഭീരമായിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് വരട്ടെ. ഈ 29-ാം തീയതി നടത്തുന്ന ഇവരുടെയും കടന്നു വരുന്ന ഈ മഹാസംരംഭം ഒരു മഹാസംരംഭമായിട്ട് മഹാ-അത്ഭുതമായിട്ട് മാറട്ടെ. അതെല്ലാം നമുക്ക് ഒന്നിച്ചെന്ന് പരിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ഞാൻ പറഞ്ഞതാണ് മികച്ച ഒരു നടി. ധർമ്മയ്ക്ക് ഇതുപോലെ അഭിനയിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നല്ലൊരു സംവിധായക, നല്ലൊരു നടിയാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ധർമ്മ പുറലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. ഞാൻ സംവിധാനം മാത്രമല്ല, നടന്മാരെയും നടികളെയും സംവിധാനം ചെയ്യുന്നത് എന്റെ കഴിവ് വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ കണ്ണു നടന്നു പോയി. ഞാൻ അവിടെ നിന്ന് കാണുക, ഇത് കാണാനുള്ള ഒരവസ്ഥയിലല്ലായിരുന്നു ഞാൻ. സാർ അവിടെ നിന്ന് കാണുകയാണ്. ഇന്നേ വരെയുള്ള സിനിമകളിൽ ഒരു 10-12 വർഷത്തിന് മുമ്പ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകവും കോമാറ്റും കലാപ്രസംഗം ഒക്കെ ചെയ്തിരുന്ന ഒരു 10-14 വയസ്സുള്ള പെൺകുട്ടി. ഒരുപാട് വേദനയാണ് ഞാൻ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നീ സിനിമകൾ വന്നത്. അപ്പൊ എങ്ങനെ മറ്റുള്ളവർ നോക്കിക്കാണും എന്നുള്ളൊരു വല്ലാത്ത ആശങ്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആരെടുക്കും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ ആഗ്രഹം പറയുന്നത് പോസ്റ്റർ എടുക്കുമ്പോൾ എന്റെ മുഖം മനസ്സിലാകരുത്. അങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനോടാണ് കടന്നു പോയിട്ടുള്ളത്. അഭിനയിക്കുന്ന സമയത്തും ഞാൻ ആ പോസ്റ്റർ പറ്റിയിട്ടാണ് ക്ഷണിക്കുന്നത്. ഞാൻ ചോദിച്ചു അങ്ങനെ ചെയ്യണം, വേറെ നമുക്ക് വേറെ ആരെന്നെ വിളിക്കാം. വല്ലാത്ത ടെൻഷനായിരുന്നു. കാര്യം ഒരു 13 വർഷത്തെ എൻ്റെ ഒരു മനസ്സിന്റെ അവസ്ഥയെ മാറ്റുക എന്ന് പറയുന്നത്
20 അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന എക്സ്പ്രഷനും സാധനമൊക്കെ ഞാനന്ന് അഭിനയിക്കുന്നത് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കുഴപ്പം. ഞാനതൊക്കെ അച്ഛനോട് ഓരോ കാര്യം എടുക്കുമ്പോൾ പറയാം, ഇങ്ങനല്ല കുറച്ചുകൂടി രസമായിട്ട് എടുക്കാൻ നോക്കണം, അങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നെ എന്നുള്ള പേര് കേൾക്കുന്നുള്ളതായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഓരോ തവണ ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ പറയാച്ച അടിയങ്ങനെ കിട്ടുന്നില്ല, അപ്പൊ വേഗം നമുക്ക് ഒഴിവാക്കാം, കുഴപ്പമില്ല ചെയ്തോ, വേണം വേണ്ട അടി അടിച്ചോ, എന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരിതായിരുന്നു. അതുകൊണ്ടാണ് സംഭവിച്ചതല്ല. കാരണം സാധാരണ സ്ത്രീ ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ പോലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ പ്രസവിക്കാതിരിക്കണം ആ ടൈമിലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകളെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് വേദന തോന്നുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടരുത് എന്ന് പറഞ്ഞത്. എത്ര പേർക്ക് തിരിച്ചു പറയാൻ കഴിയുന്നവളാണ്. എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് മരിച്ചവരും ഇനി വരുന്നതായിട്ടുള്ള സ്ത്രീകൾ ഒരാളും പോലും കാണില്ല. ഒരു സ്പർശനം കൊണ്ട് പോലും അബ്യൂസ് ആവാതിരിക്കുന്ന സ്ത്രീകൾ. നമ്മൾ ബസ്സിൽ പോകുമ്പോഴായാലും ഒരാളൊന്നും നമ്മളെ തൊട്ട് തലവിടേക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത് തിരിഞ്ഞു നോക്കിപ്പോലും പ്രതികരിക്കില്ല. ആദ്യം സ്ത്രീകൾ ചെയ്യുന്ന കാര്യം ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. ഇത് നമ്മൾ വരുന്ന അറിയാതെ വന്നു പോകുന്ന ചില സാധനങ്ങൾ, കാര്യം വളരെ ചെറുപ്പം തൊട്ടേ നമ്മളെ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആണികൾ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ എന്താണ് മിണ്ടാതെ പോകണം. അല്ലെ ചിലപ്പോൾ അവര് ഇപ്പൊ പിന്നെ യാത്ര കുടിക്കുന്ന കാലമൊക്കെ ഉറപ്പായിട്ട് പറയും ഒന്ന് പ്രതികരിക്കാൻ പോകണ്ട, എന്ന് പറയാൻ മിണ്ടാതെ കൊടുത്താൽ മതി. പിന്നെ അവർക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഹിറ്റ്ലർ സിനിമയില് അതിനകത്ത് സോഹനമായ കഥാപാത്രം മമ്മൂട്ടിയുടെ പെങ്ങളെ റേപ്പ് ചെയ്ത് കഴിഞ്ഞ് രാത്രി വന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കോമഡി ആയിട്ട് പറഞ്ഞൊരു സാധനമാണ്. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉടനെ മാസം കുട്ടി എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. കോമഡി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ കാര്യമുണ്ട്. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ സാധനം ഇപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് ആ സത്യത്തിൽ സിനിമയുടെ ഒരു സാധനമാണ്. കാരണം നമ്മൾ ആലോചിക്കുക, ആ ഒരു കഥാപാത്രം സ്വന്തം അച്ഛനേക്കാൾ പ്രായം വരുന്ന ഒരു പുരുഷനാണ് എന്തായാലും സ്ഥാപിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കില്ല. പിന്നെ എന്തുകൊണ്ട് ആ പെൺകുട്ടി ഒന്ന് ഉറക്കെ കരയാൻ പോലും പഠിച്ചു? അവിടെയാണ് നമ്മുടെ പ്രതികരണശേഷി കുട്ടികൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് കാലത്തില്ല, ഇപ്പൊ കുറച്ച് കാലം കൊണ്ട് വരുന്നതാണ് ബാക്ക് ടച്ച് ഗുഡ് ടച്ച് നമ്മൾ പഠിപ്പിക്കും. പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ പിന്നെ മനസ്സിലാവണം ഇത് ഗുഡ് ടച്ച് ആണ്, അതെ തിരിച്ച് ബാക്ക് ടച്ച് ആണെന്ന് മനസ്സിലാവും. ബാക്ക് ടച്ച് കളിച്ച് ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. അവിടെയാണ് പ്രതികരണം വേണ്ടിയിരുന്നത്. ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ പറയുന്നു, സ്ത്രീകൾ ഈ പുറത്തൊക്കെ ഇറക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവരിങ്ങനെ നടക്കട്ടെ, കാര്യമൊന്നുമില്ല, അപ്പോൾ തൊട്ടാലില്ല. ഇപ്പൊ മനസ്സിലുമേൽ അഭിനയിക്കുന്നത് രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ളൂ. പുറത്തിറങ്ങിയിട്ട് ഈ സ്ത്രീയോട് വേറൊരാൾ നമുക്ക് മോശമായിട്ട് വരുമ്പോൾ അറിയാൻ അവളൊന്ന് ഇടന്നില്ല. ആദ്യം ചോദിക്കുന്നത് മറ്റേ തൊട്ടാൽ അത് കുഴപ്പമില്ലായിരുന്നു പറയും. ഒരു പുരുഷനോട് ഇത് നമ്മൾ ചോദിക്കുന്നില്ല. ഒരു വിൻഡോ സീറ്റ് അഭിനയിക്കുന്ന ഒരു പുരുഷനോട് ഒരിക്കൽ പോലും ഒരു ഇന്റർവ്യൂ ഒരു ചോദ്യം ചോദിക്കാൻ കണ്ടില്ല. തിരിച്ച് സ്ത്രീകളോട് ചോദിക്കും, എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു അവസരമായിട്ട് അത് കാണും. നമ്മൾ പുറത്ത് സംസാരിക്കും. ഇപ്പൊ എന്നെ ഉള്ളവര് സാധാരണ പെൺകുട്ടികൾക്ക് വ്യത്യാസമായിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്, പുറത്ത് സംസാരിക്കുന്ന ആൾക്കാരെ തിരിച്ച് കാര്യങ്ങൾ പറയും. ഇതെന്ന് മതി. നമ്മൾ എന്തൊക്കെയോ ആ കാര്യത്തിന് താല്പര്യപ്പെട്ട് നടക്കുവാണെന്ന് ആൾക്കാർക്ക് ഇപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ സാംസ്കാരിക കേരളം എന്ന് നമ്മുടെ അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി. അത് വേദന ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രം അവകാശമാണ്. നമുക്ക് തുടരുത് എന്ന് പറയാനുള്ള അവകാശം എപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതിന് വേണ്ടുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമൊന്നും ഒരാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിക്കുന്നവരെല്ലാം ഈ പറഞ്ഞ മാർഷൽ ആർട്സ് പഠിക്കുന്നവരോ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കില്ല. ചെറുപ്പം തൊട്ടേ അവർക്ക് അതിന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ സാധനമാണ് നമുക്ക് നാളെ തോന്നുന്നത് നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. നമുക്കൊരിക്കലും അച്ഛനെയോ ചേട്ടനെയോ അല്ലെങ്കിൽ ഭർത്താവിനോ ഒരിക്കലും നമ്മുടെ ഒരു ശരീരം സംരക്ഷിച്ചു പോകാനായിട്ടുള്ള ബോധം എനിക്കാവുന്ന പോലത്തെ കഴിയുന്നില്ല. അതിന് കഴിയുന്ന ഒരേ ഒരു നമ്മൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തോടൊന്നും തുടരുത് അല്ലെങ്കിൽ നോക്കരുത് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഓരോ മനുഷ്യർക്കും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ ഇതിനകത്ത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഏറ്റവും വലിയ സഹായിച്ചതൊക്കെ ചികിത്സയിലെ സർവോനൊക്കെയാണ്. അത് 10 മണിക്ക് കട ക്ലോസ് ചെയ്തവര് അന്ന് 10:30 11 മണിക്കാണ് ക്ലോസ് ചെയ്തത്. രാത്രിയാണ് അവരുടെ ഷൂട്ട് എല്ലാം തീർത്തത്. പിന്നെ ഞങ്ങൾ ചേച്ചി അങ്ങനെ എല്ലാവരും ഇതിനകത്ത് സിനിമയിൽ ചെയ്ത അരി ചേച്ചി അവരെല്ലാം ആദ്യമായിട്ട് ചെയ്യുവാണെന്നൊന്നും തോന്നുന്നില്ല. അന്നത്തെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരുപാട് പേരുടെ ഒരു ഇതാണ് നമ്മുടെ സിനിമ. കാര്യം നമ്മൾ രണ്ടുപേരും എന്ന് പറയുമ്പോഴും കാണാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് മുഖങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. ആ ഒരു സന്തോഷത്തോട് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം.
ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ.